Dear friends, you are welcome to Historia. അപ്പോൾ ഹിസ്റ്റോറിയ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരത്തെ കുറിച്ചാണ്. ദേശീയ ഗീതമായ വന്ദേ മാതരത്തെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. കാരണം റീസെന്റ് അടുത്തായിട്ട് കേന്ദ്ര ഗവൺമെന്റ് പുതിയ നിർദ്ദേശം വന്നിട്ടുണ്ട്. ഇനി മുതൽ ജനഗണമനയല്ല, ദേശീയഗാനമല്ല, പകരം ദേശീയ ഗീതം പൊതുവായ സ്ഥലങ്ങൾ, പൊതുവായ പബ്ലിക് പരിപാടികൾക്കും അതോടൊപ്പം തന്നെ ഗവൺമെന്റ് സ്ഥാപനങ്ങളും പൊതു ആഘോഷങ്ങൾക്കും പരിപാടികൾക്കും ദേശീയഗാനത്തിനേക്കാൾ പ്രാധാന്യം ദേശീയഗീതമായ വന്ദേ മാതരത്തിന് നൽകുന്ന നിർദ്ദേശമുണ്ട്. അപ്പൊ അതിനനുകൂലമായും പ്രതികൂലമായും ഒരുപാട് വാദങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വന്ദേ മാതരത്തിന്റെ ഒറിജിൻ എങ്ങനെയാണെന്നുള്ള ഒരു പഠനമാണ് നമ്മൾ ക്ലാസ്സിലേക്ക് പോകുന്നത്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് ഓർമ്മിക്കുക, 1950 ജനുവരി 24 വന്ദേ മാതരത്തെ നമ്മൾ ദേശീയ ഗീതമായി നമ്മൾ അംഗീകരിക്കുന്നത്. 1950 ജനുവരി 24 ദേശീയ ഗീതമായി വന്ദേ മാതരത്തെ നമ്മൾ അംഗീകരിക്കുന്നത്, ഭരണഘടനാ പ്രകാരം നമ്മൾ അംഗീകരിക്കുന്നത്. ഇനി വന്ദേ മാതരം എഴുതിയത് നമുക്കറിയാം, ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് വന്ദേ മാതരം എഴുതിയത്. അദ്ദേഹം എഴുതിയത് ബംഗാളി ഭാഷയിലാണ്. എന്ന് വെച്ചാൽ അത് സാൻസ്ക്രൈറ്റൈസ്ഡ് ബംഗാളിയാണ്. എന്ന് വെച്ചാൽ സംസ്കൃത ഭാഷയാണ്, പക്ഷെ ബംഗാളി ലിപിയാണ്. സാധു ഭാഷ എന്ന് പറയുന്നത് സാധു ബംഗാളി എന്ന് പറയുന്ന ലിപിയാണ് അതിൽ ഉപയോഗിച്ചത്. സാധു ഭാഷ അല്ലെങ്കിൽ സാധു ബംഗാളി എന്ന ലിപിയാണ് ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് അത് ബംഗാളി ഭാഷയിൽ എഴുതിയിരിക്കുന്നത്. നിലയിൽ സംസ്കൃത ഭാഷയാണ്, പക്ഷെ അതിന്റെ ലിപി ബംഗാളി ലിപിയാണ്. അതുകൊണ്ട് ബംഗാളി ലിപി. അപ്പൊ 1870 ബങ്കിം ചന്ദ്ര ചാറ്റർജി റെയില് ഈ വന്ദേ മാതരം വരുന്നത്. 1870 വ്യക്തമായി പറഞ്ഞാൽ 1875 വന്ദേ മാതരം ആദ്യമായിട്ട് ബങ്കിം ചന്ദ്ര ചാറ്റർജി വരുന്നത്. പിന്നീട് 1882 അദ്ദേഹത്തിന്റെ ആനന്ദം മഠം എന്ന കൃതി, എന്ന് വെച്ചാൽ ബംഗാളിൽ നടന്ന സന്യാസി കലാപമുണ്ട്. ബംഗാളിൽ വളരെ പ്രശസ്തമായ 1870 നടന്ന സന്യാസി കലാപം അല്ലെങ്കിൽ ഫക്കീർ കലാപം. ആ സന്യാസി കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം എഴുതിയ കൃതിയാണ് ആനന്ദമഠം. ആ ആനന്ദമഠം എന്ന നോവലിൽ ഉൾപ്പെടുത്തി 1882 വന്ദേ മാതരം പിന്നീട് പ്രസിദ്ധീകരിക്കുന്നത്. ക്ലിയർ? വന്ദേ മാതരം എഴുതി 1875 വന്ദേ മാതരം എഴുതിയത്. പക്ഷെ 1882 ആനന്ദമഠം എന്ന കൃതിയിൽ ഉൾപ്പെടുത്തി അത് ഒരു ആനന്ദമഠം എന്ന ആ നോവലിൽ അദ്ദേഹം ഉൾപ്പെടുത്തി. അത് 1882 പബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ അതിനു മുന്നേ തന്നെ അത് പല സ്ഥലങ്ങളും പാടിയിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർത്തു വയ്ക്കുക. പക്ഷെ അതൊരു വളരെ പ്രശസ്തമായ ഗാനമായിരുന്നില്ല. 1882 അത് ആനന്ദമഠം എന്ന കൃതിയിൽ പ്രസിദ്ധീകരിക്കുകയും അതിനുശേഷം 1896 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൽക്കട്ട സമ്മേളനത്തിൽ നിന്ന് ആദ്യമായി നമ്മുടെ വന്ദേ മാതരം പൊതു വേദിയിൽ ആലപിക്കുന്നത്. 1896 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൽക്കട്ട സമ്മേളനത്തിലുള്ള വന്ദേ മാതരം ആദ്യമായിട്ടൊരു പൊതുവേദിയിൽ ആലപിക്കുന്നത്. അന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്ന റഹമത്തുള്ള സയാനിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് റഹമത്തുള്ള സയാനി, അദ്ദേഹത്തിന്റെ അധ്യക്ഷതയാണ് ഈ കൽക്കട്ട സെഷൻ 1896 നടക്കുന്നത്. അന്നാണ് വന്ദേ മാതരം ആദ്യമായി ഒരു പൊതുവേദിയിൽ നമ്മുടെ ടാഗോർ ആണ് ആലപിക്കുന്നത്. രവീന്ദ്രനാഥ് ടാഗോറാണ് വന്ദേ മാതരം 1896 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൽക്കട്ട സെഷൻ ആലപിക്കുന്നത്. അപ്പൊ അന്നാണ് 1890s ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ ആദ്യമായി വന്ദേ മാതരം ആലപിക്കുന്നത്. അതിനുശേഷം 1905 ബംഗാൾ വിഭജനം നടന്നതിന് ശേഷം, ബംഗാൾ വിഭജനം നടക്കുമ്പോഴും അന്നുണ്ടായിരുന്ന സ്വദേശി പ്രസ്ഥാനം, ബഹിഷ്കരണ പ്രസ്ഥാനമൊക്കെ വളരെ പ്രശസ്തമായിരുന്ന കാലഘട്ടത്തും ദേശീയ ഗീതമായിട്ടും അതോടൊപ്പം തന്നെ നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഒരു മുദ്രാവാക്യം എന്ന പോലെ തന്നെ വന്ദേ മാതരം പല സ്ഥലങ്ങളും ആലപിച്ചിരുന്നു. ദേശീയ പ്രക്ഷോഭങ്ങളിലും ദേശീയ സമര പരിപാടികളിലും മറ്റ് പ്രതിഷേധ സമരങ്ങളെല്ലാം ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഒരു ദേശീയത എന്ന നിലയ്ക്ക് തന്നെ വന്ദേ മാതരം പല സ്ഥലങ്ങളും ആലപിച്ചിരുന്നു. അതിനുശേഷം 1907 ജർമ്മനിലെ സ്റ്റഡ്ഗട്ടിൽ മാഡം ബിക്കാച്ചി ഗാമ ഇന്ത്യൻ ദേശപതാക വിദേശത്ത് ആദ്യമായി ഉയർത്തുന്നത് മാഡം ബിക്കാച്ചി ഗാമയാണ്. ജർമ്മനിലെ സ്റ്റഡ്ഗട്ടിലാണ്. അന്നും ഈ വന്ദേ മാതരം അവരുടെ ദേശീയ ഗീതമായിട്ട് അവർ ആലപിച്ചിരുന്നു നോക്കുക. പിന്നീട് അതിനുശേഷം സരള ദേവി ചൗധരി തുടങ്ങിയ ഒരുപാട് ആളുകളും ഇന്ത്യയിലെ ദേശീയ ഗീതം ആലപിച്ചിരുന്നു അല്ലെങ്കിൽ വന്ദേ മാതരം ആലപിച്ചിരുന്നു നോക്കുക. ഇനി ഈ വന്ദേ മാതരം എന്ന് ഓർത്തു നോക്കുക, ഒരു 27 വരികളാണ് വന്ദേ മാതരം എന്ന ഈ ഗാനത്തിന്, നമ്മുടെ ദേശീയ ഗീതത്തിന് 27 വരികളുണ്ട്. 6 പ്രധാനപ്പെട്ട സ്റ്റാൻസുകളുണ്ട്. 6 പ്രധാനപ്പെട്ട സ്റ്റാൻസുകളാണുള്ളത്. അതേസമയം 27 വരികളാണ് ഏതിന് വന്ദേ മാതരം. ഇത് പിന്നീട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് അരവിന്ദ ഘോഷാണ്. മദർ ഐ ബോട്ട് ടു യു എന്ന പേരിൽ അരവിന്ദ ഘോഷാണ് ഇത് ഇംഗ്ലീഷിലേക്ക് അമ്മേ ഞാൻ നിങ്ങളെ വണങ്ങുന്നു, അല്ലെങ്കിൽ മാതൃഭൂമിയെ ഞാൻ വണങ്ങുന്നു എന്ന അർത്ഥത്തിൽ മദർ ഐ ബോട്ട് ടു യു എന്ന പേരിൽ അരവിന്ദ് ഘോഷാണ് വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതും കൂടി ഓർത്തു വയ്ക്കുകയാണ്. ഇനി വന്ദേ മാതരം നമ്മൾ ഇന്ന് കാണുന്ന ഒരു മ്യൂസിക് നൽകിയത് അല്ലെങ്കിൽ ട്യൂൺ നൽകിയത് അന്നത്തെ പ്രശസ്തനായുള്ള ഒരു മ്യൂസിഷ്യൻ ആയിരുന്ന അല്ലെങ്കിൽ ഒരു കമ്പോസർ ആയിരുന്ന ജദുനാഥ് ഭട്ടാചാര്യ പ്രശസ്തമായ ഒരു ഹിന്ദുസ്ഥാനി രാഗമായ ദേശ് രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയത്. പ്രശസ്തമായ ഹിന്ദുസ്ഥാനി രാഗമായ ദേശ് രാഗത്തിലെ ജദുനാഥ് ഭട്ടാചാര്യാണ് ഈ വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്.
അപ്പൊ ഇത്രയും കാര്യങ്ങൾ പൊതുവെ വന്ദേമാതരവുമായി ബന്ധപ്പെട്ട് ഓർത്തുക. 1875 വന്ദേമാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജി ചെയ്തത്. അതാണ് ബംഗാളി ലിപിയിലാണ് എഴുതുന്നത്, ബംഗാളി ഭാഷയിലാണ് അത് എഴുതിയിട്ടുള്ളത് ഓർത്തുക. സംസ്കൃത ഭാഷയിലാണ് സാൻസ്ക്രൈറ്റൈസ്ഡ് ബംഗാളി എന്ന് പറയുന്നത്. അപ്പൊ സംസ്കൃത ഭാഷയിലും ബംഗാളി ലിപിയായിട്ടുള്ള സാധു ഭാഷയിലാണ് അത് എഴുതുന്നത്. അതുകൊണ്ട് തന്നെ ബംഗാളി ഭാഷയിൽ എഴുതുന്നു. പിന്നീട് 1882 ആനന്ദം മഠം എന്ന കൃതിയിൽ ഉൾപ്പെടുത്തിയത് ആദ്യമായി പബ്ലിഷ് ചെയ്യുന്ന ഓർത്തുക. 1896 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൽക്കട്ട സമ്മേളനത്തിന് ഇത് ആദ്യമായി ഒരു പൊതുവേദിയിൽ രവീന്ദ്രനാഥ് ടാഗോർ ആലപിക്കുന്നു ഓർക്കുക. അതിനുശേഷം 1905 ബംഗാൾ വിഭജന കാലഘട്ടം, സ്വദേശി പ്രസ്ഥാന കാലഘട്ടത്തും മാഡം ബിക്കാച്ചി ഗാമ നമ്മുടെ സ്റ്റഡ് ഗട്ടില്, അതിനുശേഷം സരളാദേവി ചൗധരി തുടങ്ങി ഒരുപാട് നേതാക്കന്മാരും ഒരുപാട് ദേശീയ പ്രക്ഷോഭങ്ങളും നമ്മുടെ വന്ദേമാതരം ഒരു ദേശീയ ഗീതമായി അതോടൊപ്പം തന്നെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഒരു ഗാനമായി നമ്മൾ അത് ആചരിക്കുകയും അത് ആലപിക്കുകയും ചെയ്യുന്നു. പല സന്ദർഭങ്ങളും ബ്രിട്ടീഷ് നിർത്തലാക്കും ബാൻ ചെയ്യുക പോലും ചെയ്തിരുന്ന ഒരു ഗാനം കൂടിയെന്ന് വന്ദേമാതരം എന്ന് പറയുക. ടോട്ടലി 27 വരികളാണുള്ളത് ഞാൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ 6 സ്റ്റാൻസുകളാണുള്ളത് കൂടി. 6 സ്റ്റാൻസുകൾ 27 വരികളുണ്ട് പറയുക. ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും പറഞ്ഞു ആരാണ്? അരവിന്ദ ഘോഷാണ്. മദർ ഐ ബോ ടു യു എന്ന പേരിലാണ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് അരവിന്ദ ഘോഷാണ് ഓർത്തുക. ഇനി അതിനോടൊപ്പം ഇതിലേക്ക് മ്യൂസിക് ഡോക്ടർ കൊടുക്കുന്നത് മ്യൂസിക് കൊടുക്കുന്നത് ജതുനാഥ് ഭട്ടാചാര്യ ദേശ് രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയുള്ള കാര്യം കൂടി ഓർക്കുക. ഇത്രയും വന്ദേമാതരം എന്ന ഗാനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. ഇനി ഇതിനുശേഷം 1947 സ്വാതന്ത്ര്യം കിട്ടുന്നു. ആ 47 സ്വാതന്ത്ര്യം 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം. ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ നമുക്ക് സ്വാതന്ത്ര്യം കൈമാറി വന്ന് ആചാര്യ സുജാത കൃപലാനി ഈ ദേശീയ ഗീതമായ വന്ദേമാതരം ആലപിച്ചിരുന്നു. എന്ന് വെച്ചാൽ ഒറ്റ വാക്കിൽ നമുക്ക് പറയാം, നമുക്ക് നമ്മുടെ ദേശീയ ഗാനം ജനഗണമന നമ്മൾ ദേശീയ ഗാനമായി ആചരിക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ദേശീയ ഗീതം തന്നെ നമ്മൾ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായും ആചരിച്ച ഗാനമാണ് വന്ദേമാതരം കൂടി ഓർത്തു വയ്ക്കുക. അതിനുശേഷം ഈ 40 സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം 1950 ജനുവരി 24 ദേശീയ ഗീതമായി വന്ദേമാതരവും ദേശീയ ഗാനമായി ജനഗണമനയും നമ്മൾ അംഗീകരിക്കുന്നു. 1950 ജനുവരി 24 ദേശീയ ഗീതമായി വന്ദേമാതരവും ദേശീയ ഗാനമായി ജനഗണമനയും ആചരിക്കുന്നു. അപ്പൊ ദേശീയ ഗാനം ജനഗണമനാണെങ്കിലും അതിന്റെ അതേ സ്റ്റാറ്റസ് തന്നെ ഏതിന് നൽകണം? വന്ദേമാതരം നൽകണം എന്നുള്ളൊരു റൂൾസും ഉണ്ട്. ദേശീയഗാനം ജനഗണമനയാണെങ്കിലും ആ ദേശീയഗാനത്തിന്റെ അതേ സ്റ്റാറ്റസ് ഏതിനും കൊടുക്കണം, ദേശീയ ഗീതമായി വന്ദേമാതരത്തിന് കൊടുക്കണമെന്ന റൂൾസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ ദേശീയ ഗീതത്തിന്റെ ആദ്യത്തെ 2 സ്റ്റാൻസുകൾ വന്ദേമാതരത്തിന്റെ ആദ്യത്തെ 2 സ്റ്റാൻസുകൾ മാത്രം ആലപിച്ചാൽ മതി എന്നുള്ളൊരു റൂൾസും കൂടി അതിൽ ഉണ്ടാകുന്നത്. അപ്പൊ ഇത് എന്തുകൊണ്ടാണെന്ന് ഓർത്ത് വയ്ക്കാം. ഇനി ഇവിടെ ഇത്രയാണ് ദേശീയ ഗീതം വന്ദേമാതരം നമ്മുടെ ദേശീയ ഗീതമായി അംഗീകരിക്കുന്ന 1954 ഈ ഡേറ്റ് വരാൻ നോക്കുക. ഇനി ഇന്നത്തെ പ്രശ്നം നോക്കാം. ഇന്നിപ്പോ പുതിയ 2026 ഫെബ്രുവരിയിൽ അതുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് വരുന്നത് ദേശീയ ഗീതം വന്ദേമാതരം എല്ലാ പൊതുപരിപാടികളും ഗവൺമെന്റ് ഓഫീസുകളും മറ്റു ചടങ്ങുകളെല്ലാം പ്രധാനപ്പെട്ട ഗാനമായി ദേശീയ ഗാനത്തിന് പകരമായി ദേശീയ ഗീതം വന്ദേമാതരം ആദ്യമായി ആലപിക്കുന്ന ഗവൺമെന്റ് കേന്ദ്ര നിർദ്ദേശം വരുന്നു. അപ്പൊ പല സംഘടനകൾ പ്രത്യേകിച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇതിനെ എതിർക്കുന്നു. അവർക്ക് പാടാൻ എന്താ പറയാ വിസമ്മതമാണ്, അല്ലെങ്കിൽ അവർക്ക് പാടാൻ കഴിയില്ല എന്ന് പറയുന്നു. മറ്റു ചില വിഭാഗങ്ങളും പറയുന്നു. അപ്പൊ കാരണം എന്താണ് ചോർത്തുക? നമ്മൾ ദേശീയഗീതം 1925 മുതൽ ആരംഭിച്ചു എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ വന്ദേമാതരം. അതിനുശേഷം 1937 മുതലാണ് 1937 മുതലാണ് ഈ ദേശീയ ഗീതം നമ്മൾ 6 സ്റ്റാൻസുകളും പാടിയത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദത്തോടെ നമ്മൾ ആദ്യത്തെ 2 സ്റ്റാൻസുകളും മാത്രം പാടി 1937. അപ്പൊ 1937 വരെ നമ്മൾ ദേശീയ ഗീതം വന്ദേമാതരത്തിന് 6 സ്റ്റാൻസുകളും നമ്മൾ ആലപിച്ചിരുന്നു. പക്ഷെ 37 ശേഷം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെയും മുഹമ്മദ് അലി ജിന്നയുടെയൊക്കെ നിർദ്ദേശപ്രകാരം അവരുടെ സമ്മർദ്ദ ഫലമായിട്ട് നമ്മൾ ദേശീയ ഗീതത്തിന്റെ വന്ദേമാതരത്തിന് ആദ്യത്തെ 2 സ്റ്റാൻസുകൾ മാത്രം പാടാൻ തുടങ്ങി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആദ്യത്തെ 2 സ്റ്റാൻസുകൾ കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ചില ഭാഗങ്ങൾ സ്റ്റാൻസുകൾ 4-ാമത്തെയും 5-ാമത്തെ സ്റ്റാൻസുകൾ ഹിന്ദു ദേവതകളായ ദുർഗ, അതോടൊപ്പം ലക്ഷ്മി, സരസ്വതി തുടങ്ങിയ ദേവതകളെ കുറിച്ച് അത് പരാമർശിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ആ ദേവതകൾ ആരാധിക്കണമെന്ന് അവരെ ആരാധിക്കുന്ന അർത്ഥത്തിലല്ല. ഒരു സരസ്വതി ദേവി, അതോടൊപ്പം ദുർഗ, ലക്ഷ്മി തുടങ്ങിയ ദേവതകൾ ഹിന്ദു ദേവതകളെ കുറിച്ച് അതിൽ പരാമർശിക്കുന്നത് 4-5 സ്റ്റാൻസുകൾ പരാമർശിക്കുന്നത്. ഈ ഒരു റീസൺ വെച്ചാണ് ഇന്ത്യയിലെ അന്നത്തെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരും മറ്റു ടീമുകളും ഇതിനെ എതിർക്കുകയും അവിടെ സമ്മർദ്ദ ഫലമായിട്ട് ആ മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദ ഫലമായി 37 മുതൽ നമ്മൾ ദേശീയഗീതമായ വന്ദേമാതരത്തിന്റെ പ്രാധാന്യം കുറഞ്ഞു വരുന്നത്. അത് 6 സ്റ്റാൻസുകൾ പറഞ്ഞത് വെറും 2 സ്റ്റാൻസുകൾ ഒതുക്കുന്നതിനെയാണ്. ആ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് 1950 നമ്മൾ ഇന്ത്യ റിപ്പബ്ലിക് ആകുമ്പോൾ ദേശീയഗീതമായി വന്ദേമാതരത്തെ അഡോപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് തീരുമാനിച്ചത്? ആദ്യത്തെ 2 സ്റ്റാൻസുകൾ മാത്രം പാടിയാൽ മതി എന്നുള്ള റൂൾസ് ഉണ്ട്. അതാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് എന്ത് പറയുന്നത്. ഇനി മുതൽ ദേശീയഗീതത്തിന്റെ 6 സ്റ്റാൻസ് എന്ന് വെച്ചാൽ 3 മിനിറ്റും 10 സെക്കൻഡാണ് വരുന്നത്. 3 മിനിറ്റും
10 സെക്കൻഡിലുള്ള 27 ലൈൻസുകളും അല്ലെങ്കിൽ 6 സ്റ്റാൻസുകളും മുഴുവനായിട്ടും വന്ദേ മാതരം എല്ലാ പൊതുപരിപാടികളിലും പാടണം അല്ലെങ്കിൽ ആലപിക്കണം എന്നുള്ള ഒരു പുതിയ നിർദ്ദേശം കേന്ദ്ര ഗവൺമെന്റിന്റെ വന്നിട്ടുള്ളതെന്നും കൂടി ഓർമ്മിക്കുക. അപ്പൊ ഇതാണ് ഈ ഒരു റീസൺ കൊണ്ട് ഈ ഹിന്ദു ദേവതകളായ ലക്ഷ്മി, ദുർഗ, സരസ്വതി മൂന്ന് ദേവതകളെ കുറിച്ച് അതിൽ പരാമർശമുള്ളത് കൊണ്ടാണ് ഈ വിഭാഗങ്ങൾ അവർക്കത് അവരുടെ മതപരമായ വിശ്വാസങ്ങൾക്കെതിരാണ്, മതപരമായ വിശ്വാസങ്ങൾക്കെതിരാണ്, അതുകൊണ്ട് അത് ആലപിക്കാൻ പറ്റില്ല എന്നൊരു സംഭവം അതിൽ പറയുന്നത്. അതേസമയം മറ്റു വിഭാഗങ്ങൾ പറയുന്നത് അതിൽ ഏതെങ്കിലും മതവിഭാഗത്തെ എതിർക്കുന്നു അല്ലെങ്കിൽ മതവിഭാഗത്തെ പരിഹസിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ മതവിഭാഗങ്ങൾ വിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിലോ ഒരു പരാമർശം ഇതിലില്ല, നമ്മുടെ വന്ദേ ഭാരതത്തിലില്ല. ഒരു വിദ്വേഷവും പരത്തുന്ന ഒരു ലൈൻസും ഇതിലില്ല, വന്ദേ ഭാരതത്തിലില്ല എന്ന കാര്യം കൂടി ഓർത്തിക്കുക. എങ്കിലും ഈ ഒരു റീസണിന്റെ പേരിലാണ് അത് വേണ്ട, അത് പാടാൻ പറ്റില്ല എന്നുള്ള തീരുമാനത്തിൽ ഈ വിഭാഗം കൂടി വരുന്നത്. എന്തായാലും ഓർത്തുക, വന്ദേ മാതരം നമ്മുടെ ദേശീയഗീതത്തിന്റെ ഒരു ചരിത്രം, ഒരു ആലാപന ചരിത്രം അല്ലെങ്കിൽ എന്ന് പറയുന്നത് ഇത്രയാണ് വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പൊ ഈ വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ടും ശ്രദ്ധിക്കുക. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം മറ്റു ടോപ്പിക്കുമായി.